48 ടീമുകൾ, 104 മത്സരങ്ങൾ. നമ്മൾ ട്രൂകോപ്പിക്കൻ ദിലീപ് പ്രേമേന്ദ്രനായിട്ടുള്ള ഫുട്ബോൾ വിശകലനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 48 ടീമുകളിലെങ്കിലും ഏതാണ്ട് 1 ബില്യൺ ആർഗ്യുമെന്റ്സ് എങ്കിലും ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കും. ആര് ജയിക്കും എന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആർഗ്യുമെന്റ്സ്. അത് മലപ്പുറം തൊട്ട് മാഡ്രിഡ് വരെ അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യും. ദിലീപിന് ഒരു ഫുട്ബോൾ സീസൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്? കാരണം പ്രത്യേകിച്ചും വേൾഡ് കപ്പിന്റെ, കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാണികളെ പോലെയല്ല. കാരണം ഈ പ്രീമിയർ ലീഗ് ആയാലും മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ലീഗ് സീസണെയും ഫോളോ ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പം ഫുട്ബോളിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് 4 വർഷം കൂടുമ്പം വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അതിൽ ഒരു ആസ് എ ജേർണലിസ്റ്റ് ദിലീപ് എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു എവല്യൂഷൻ എങ്ങനെയാണ് ഓരോ ഇതിലും സീസണിലും? എനിക്ക് ഏറ്റവും ടെൻഷൻ ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു ടൂർണമെന്റ് ലോകകപ്പ് എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതിൽ. എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ടീമില്ല. ലോകകപ്പ് ആകുമ്പോൾ ഞാൻ മുമ്പ് ഗാലിയാനോ പറഞ്ഞ പോലെ പ്ലീസ് ഗിവ് മീ ഗുഡ് ഫുട്ബോൾ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിപ്പോ ബ്രസീൽ ആയാലും അർജന്റീന ആയാലും സ്പെയിൻ ആയാലും ആര് ജയിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, അവർ നന്നായി കളിക്കണം എന്ന് മാത്രം. മറ്റേത് ക്ലബ് ഫുട്ബോൾ സീസൺ അതല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. 9-10 മാസം എല്ലാ കൊല്ലവും നമുക്ക് അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ടീംസ് ഉണ്ട്. ഇത് എനിക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അത് കാരണം സന്തോഷമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഈ നമ്മൾ ഈ വരുമ്പോൾ ഇതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടല്ലോ. കാരണം എല്ലാ 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലേക്ക് അതിലേക്ക് മറ്റ് കളികൾ, അതായത് നമ്മുടെ ഇപ്പൊ ക്ലബ്ബ് ടൂർണമെന്റുകളൊക്കെ നടക്കുന്ന സമയത്ത് അതിൽ നിന്നും ദിലീപ് എത്തിച്ചേരുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. കാരണം കളിക്കാരെ കുറിച്ച്, അതായത് ഇന്ന കളിക്കാരൻ ഇതിനകത്ത് വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പം ഈ പറയുന്ന സന്ദർഭത്തിലാണെങ്കിൽ ഇപ്പം റയൽ മാഡ്രിഡിന്റെ ഒരു അംഗങ്ങളും സ്പാനിഷ് ടീമിലില്ല. അതുപോലുള്ള ചില ദുരന്തങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ നമ്മൾ കളിച്ച് പരിചയപ്പെട്ട പല കളിക്കാരും ഇതിനകത്ത് കളിക്കുന്നുണ്ട്, പല നാഷണൽ ടീമിലും കളിക്കുന്നുണ്ട്. അപ്പൊ അത് വരുമ്പം എങ്ങനെയാണ് അത് ദിലീപ് എന്ത് ആവേശമാണ് അത് ഉണ്ടാക്കുന്നത്? എനിക്ക് ശരിക്കും ഒരു ലോകകപ്പ് വരുമ്പോ ഏറ്റവും വലിയ ആവേശം നമ്മൾ കാണാത്ത കളിക്കാരെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ കേൾക്കാത്ത കളിക്കാരെ കാണുമ്പോൾ. ഇപ്പൊ അധികം ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇപ്പൊ ഇന്ത്യയിലായാലും എവിടെ ആയാലും യൂറോപ്യൻ ഫുട്ബോളാണ്. പെട്ടെന്ന് സൗത്ത് അമേരിക്കയിൽ നിന്ന് ചെറുപ്പക്കാരനായ ഒരു കളിക്കാരൻ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് പ്രത്യേകിച്ചും പലപ്പോഴും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ കളിക്കാരെ പറ്റി. അതേപോലെ ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ പല ടീമുകളും ആദ്യമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ താരങ്ങൾ ആരായിരിക്കും, അവരെങ്ങനെ പെർഫോം ചെയ്യും, അത് കാണാനാണ് എനിക്ക് ഏറ്റവും ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും. മറ്റവരിപ്പോ നമ്മൾ ഇപ്പൊ ഒരു എംബാപ്പെ ആയാലും മെസ്സി റൊണാൾഡോ ഇപ്പൊ യൂറോപ്പിലല്ല, പക്ഷെ അങ്ങനത്തെ കളിക്കാർ സാധാരണ നമ്മൾ 10 മാസവും കാണുന്നതാണ്. ഈ ലോകകപ്പിന്റെ ഇത് വെച്ച് തുടങ്ങുകയാണെങ്കിൽ, നമുക്കൊരു ബ്രസീലിനെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ചും ഒരു ഗ്രൂപ്പ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ, ബ്രസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അർജന്റീന പോലെ തന്നെ ഒരു ഭൂഖണ്ഡത്തിന്റെ തന്നെ ഭാരം പേറിയിട്ട് കളിക്കാൻ ഇറങ്ങുന്ന ടീമാണ്. ബ്രസീൽ എന്നുള്ള ഒരു നാഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എല്ലാവരും ബ്രസീലിന്റെ മുകളിൽ കെട്ടിയേൽപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രതീക്ഷയുടെ ഭാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്നാൽ 2002 തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് ലോകകപ്പ് നേടുന്നത്. പക്ഷെ എല്ലാ കാലത്തും പ്രതിഭാശാലികളായ കളിക്കാരുള്ള കളി തന്നെ ഒരു ജീവിത രീതിയായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഇത്തവണ ഈ ലോകകപ്പിലേക്ക് വരുന്ന സമയത്ത് ബ്രസീലിന്റെ സാധ്യതകൾ, ബ്രസീൽ വരുന്നത് എങ്ങനെയാണ് ഈ കപ്പിലേക്ക്? പ്രത്യേകിച്ച് ഒരു പുതിയ കോച്ചാണ്. ബ്രസീലിന്റെ സാധ്യതകൾ ശരിക്കും കോച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കോച്ചസ് അതിലില്ല. സാധാരണ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഇപ്പൊ നമ്മൾ ടോപ്പ് കോച്ചസ് കൺസിഡർ ചെയ്യണ എല്ലാവരും ക്ലബ് ഗെയിമിലാണ്. ഇപ്പൊ വിരമിച്ച ഗ്വാർഡിയോള ആയാലും 2 കൊല്ലം മുമ്പ് വിരമിച്ച യർഗൻ ക്ലോപ്പ് ആയാലും ഹോസെ മൊറീനി, ഇവരാരും ഒരു നാഷണൽ ടീമിനെ കോച്ച് ചെയ്തിട്ടില്ല. ആന്റോണിയോ കോണ്ടി മാത്രം ഇറ്റലിയുടെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പൊ മികച്ച കോച്ചുകൾ സാധാരണ കാണാത്തൊരു രംഗമാണ് ലോകകപ്പ് എന്ന് പറയുന്നത്. അതിലൊരു വലിയ മാറ്റാണ് ശരിക്കും കാർലോ ആൻസലോട്ടിയെ പോലത്തെ ഒരു കോച്ചിങ്, എന്റെ അഭിപ്രായത്തിൽ ഒരു കോച്ചിങ് ഗോഡാണ് ശരിക്കും. അങ്ങനത്തെ ഒരാൾ വരിക എന്ന് പറഞ്ഞു. അപ്പൊ
ഒരു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു ബ്രസീലിന്റെ പ്രതീക്ഷകൾ അത്ര അർജന്റീനയോ സ്പെയിനോ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര അധികം അല്ലാന്ന്. പക്ഷെ ആൻസ്ലോട്ടി എന്നുള്ള കോച്ച് ഉള്ളത് കാരണം എന്ത് സംഭവിക്കാം എന്ന് വെച്ചാൽ ബ്രസീൽ ഫുട്ബോളിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ഏറ്റവും നല്ല ടീമുകൾ, ഏറ്റവും നല്ല കളിക്കാരുള്ള സ്ക്വാഡ് അല്ല ജയിച്ചിട്ടുള്ളത്, ഏറ്റവും നല്ല ടീമായി കളിക്കുമ്പോഴാണ് അവർ ജയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പം ആൻസലോട്ടിയുടെ ഇത് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിന്റെ ഒരു സെറ്റപ്പ് പുതിയ ടീമിന്റെ? അതായത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞു ഇപ്പൊ 2002 മുതൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ സെറ്റപ്പിലല്ല വരാൻ പോകുന്നത്. അതിന്റെ ടാക്ടിക്സും അതിന്റെ ഒരു സ്ട്രാറ്റജിയും ഒക്കെ എങ്ങനെയായിരിക്കും ആൻസലോട്ടി ഫിക്സ് ചെയ്തിട്ടുള്ളത്? ടാക്ടിക്സ് കുറെ എനിക്ക് തോന്നുന്നത് 2002 അവർ ജയിച്ചപ്പോൾ അത് ബിഗ് ഫിൽ സ്കോളാറിയുടെ ടീമായിരുന്നു. പക്ഷെ അതിപ്പോ പണ്ടത്തെ ബ്രസീൽ ടീംസ് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് 82-ലത്തെ ടീമായിരുന്നു. അതിലത്തെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ജീനിയസ് ലെവൽ കളിക്കാരാണ്, എല്ലാ 4 പേരും. 2002 വന്നപ്പോഴേക്കും ബാക്ക് ലൈൻ വളരെ നല്ല ഡിഫൻഡേഴ്സ്, ഭയങ്കര ഓൾ ടൈം ഗ്രേറ്റ് 2 ഫുൾ ബാക്സ്, കാഫും റോബർട്ടോ കാർലോസും, പിന്നെ ഭയങ്കര ഒരു മുൻനിര റൊണാൾഡീന്യോ, റിവാൾഡോ, R9. പക്ഷെ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് ക്ലെബസനും ഗിൽബർട്ടോ സിൽവ. ഇവരെ ആരും ഗ്രേറ്റ് പ്ലെയേഴ്സ് എന്ന് വിളിക്കില്ല, പക്ഷെ അതൊരു സോളിഡ് ടീമായിരുന്നു. അവർക്ക് നല്ലൊരു ഡിഫെൻസീവ് ബേസ് അവര് ബിൽഡ് ചെയ്തു. ആ മുൻനിരയുടെ മികവ് ശരിക്കും കാണിക്കാൻ പറ്റിയ ഒരു സോളിഡ് ടീമായത് കാരണം അത് തന്നെയായിരിക്കും ഇത്തവണ ആൻസ്ലോട്ടിയുടെ പ്ലാൻ. എന്താ വെച്ചാൽ ഈ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ എന്താ പറയാ എക്സൈറ്റ് ചെയ്യണ ഒരു കളിക്കാരില്ല, ഒരു സീക്കോ ഒരു സോക്രട്ടീസ് ഒന്നും ഇല്ല ഈ മിഡ്ഫീൽഡിൽ. പക്ഷെ അവര് ഒരു ഇറ്റാലിയൻ കോച്ച് ആകുമ്പോ ആദ്യം അവർ ചെയ്യുക ഒരു ഡിഫൻസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന് അവർക്ക് അറിയാം. അത് ആൻസ്ലോട്ടി മുമ്പ് മിലാന്റെ കൂടെയും ചെൽസിയുടെ കൂടെ എല്ലാവരുടെ കൂടെയും അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് ബേസ് ഉണ്ടാവും. പിന്നെ ഫുൾ ബാക്സ് പണ്ടത്തെ അത്ര നല്ല ഫുൾ ബാക്സ് അല്ലെങ്കിലും ഒരു ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൽ കയറണമെങ്കിൽ ഒരു മിനിമം ലെവൽ സ്കില്ലുണ്ട്. അപ്പൊ അത് ആ കളിക്കാർക്കുണ്ട്. പിന്നെ 2002-ലത്തെ പോലെ വളരെ മികച്ച ഫോർവേഡ് ലൈൻ, മറ്റേ റൊണാൾഡീന്യോ R9 ക്ലാസ്സിലല്ലെങ്കിലും വിനീഷ്യസ്, ശരിക്കും ഇത് വിനീഷ്യസിന്റെ ടൂർണമെന്റ് ആണ്. നെയ്മറിന്റെ കാലം നെയ്മർ സ്ക്വാഡിലുണ്ട്, പക്ഷെ നെയ്മറിന്റെ പീക്ക് കഴിഞ്ഞിട്ട് 6-7 കൊല്ലം. ഇത് ശരിക്കും വിനീഷ്യസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, താൻ എത്ര മികച്ച കളിക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടി. വിനീഷ്യസ്, റഫീന്യ 2 സീസണായിട്ട് ബാഴ്സലോണയ്ക്ക് വളരെ നന്നായി കളിച്ചിട്ടുള്ള കളിക്കാരനാണ്. പിന്നെ അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഈഗോർ തിയാഗോ ബ്രെൻഫോർഡിന്ന് വളരെ ഫിസിക്കൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഒരു സ്ട്രോങ് സെന്റർ ഫോർവേഡ്. പണ്ട് സെർജീനിയോ ഉണ്ടായിരുന്നു 82-ല്, പക്ഷെ സെർജീനിയോന്റെ നല്ല ഗോൾ സ്കോററാണ് ഈഗോർ തിയാഗോ. പിന്നെ റയാൻ പുതിയ കളിക്കാരൻ ബോൺമത്ത്. അപ്പൊ അങ്ങനെ ആ മുൻനിരയിൽ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ബ്രസീലിന് സോളിഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോൾ അടിക്കാനുള്ള കളിക്കാർ അവർക്കുണ്ട്. മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവോന്ന് മാത്രമാണ് എനിക്കൊരു സംശയം. ഇപ്പം പൊതുവെ പിന്നെ ബ്രസീൽ ടീമിനെ കൊണ്ട് പറയുന്ന അവരെന്താ വെച്ചാൽ അവർ സൗന്ദര്യാത്മകമായ ഒരു കൺസർവേറ്റീവ്സ് ആണ്. അവർ കളിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കളി കൊണ്ടാണ് തോൽവി പലപ്പോഴും വരുന്നതെന്നാണ്. അപ്പം ഇപ്പോഴുള്ള ഒരു സ്ട്രാറ്റജിക് മാറ്റത്തോടു കൂടി നമ്മളിപ്പം കാണുന്ന ഒരു പുതിയ ഫുട്ബോൾ തന്നെയായിരിക്കും ബ്രസീൽ കളിക്കുക എന്നാണോ ദിലീപിന് തോന്നുന്നു? എനിക്കിപ്പോ ആരെങ്കിലും ഇപ്പൊ ഒരു സാംബ ഫുട്ബോളൊക്കെ പ്രതീക്ഷിക്കണ്ടെങ്കിൽ അത് കാണും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അതിനുള്ള കളിക്കാർ ഈ ടീമിലില്ല. ഈ ടീം ജയിക്കണമെങ്കിൽ അവർ സോളിഡായി കളിച്ചിട്ട് ആ മുൻനിരയിലത്തെ കളിക്കാർ ഗോൾ അടിച്ചിട്ടേ ജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് മാജിക് ആ ഫ്രണ്ട് ലൈനിൽ നിന്ന് കിട്ടും. ഇപ്പൊ വിനീഷ്യസ് ആയാലും റഫീന്യ, നെയ്മർ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും മിക്കവാറും കളിക്കുക. ഈ കളിക്കാർക്കൊക്കെ ആ സ്റ്റാർ ഡസ്റ്റ് ഉണ്ട് അവരുടെ ബൂട്ട്സിൽ. പക്ഷെ ബാക്കി ടീം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മിഡ്ഫീൽഡിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 82-ലൊന്നും ബെഞ്ചിൽ പോലും ഇരിക്കില്ലായിരുന്നു ഈ കളിക്കാര്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു 2002-ലത്തെ ടീം പോലെയാണ് ഇപ്പൊ ബ്രൂണോ ഗിമറഷ്, മറ്റേ ലൂക്കസ് പെക്കറ്റ, അങ്ങനത്തെ കളിക്കാരൊക്കെ ഞാൻ ആ ഗിൽബർട്ടോ സിൽവ ആ ലെവലിലാണ് കാണുന്നത്. വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദിലീപ് ഇത്തവണത്തെ ബ്രസീൽ ടീമിന് എവിടം വരെ എത്തുന്ന പ്രതീക്ഷിക്കുന്നത്?
കോച്ച് കാരണം മാത്രം സെമി വരെ എത്താൻ സാധ്യതയുണ്ട്. അവിടെ അവർക്ക് ഒരു നല്ല കാര്യം എന്താ ഡ്രോ കുറച്ച് ഫേവറബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ആയിരിക്കും ആ പകുതിയിൽ നിന്ന് വരുന്നത്. അതുവരെ അവർ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ ടീമിനെ മീറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല ടീമും തോറ്റ അവരുടെ ഗ്രൂപ്പിൽ സെക്കൻഡ് ആയിട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം. ഇപ്പൊ കഴിഞ്ഞ തവണ അർജന്റീന സൗദിയോടൊക്കെ തോറ്റ പോലെ അങ്ങനെ എന്തും സംഭവിക്കാം. പക്ഷെ സെമിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കളിക്കാരുടെ മെന്റൽ ടഫ്നെസ് അനുസരിച്ചിട്ടാണ്. അതിപ്പോ എപ്പോഴും ഏറ്റവും നല്ല ടീം ജയിച്ചോളണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ ബ്രസീൽ ശരിക്കും ജയിക്കാൻ അർഹിച്ചതാണ് ക്രൊയേഷ്യ ആയിട്ടുള്ള കളി. പക്ഷെ ഒരു നിമിഷം മതി ഒരു കളി പോവാൻ. മറ്റൊരു ടീം മെക്സിക്കോ ആണ്. ഈ മെക്സിക്കോനെ പറ്റി പറയുകയാണെങ്കിൽ ഈ റൗണ്ട് ഓഫ് 16 കണ്ടിന്യൂസ് ആയിട്ട് 7 തവണ എത്തിയിട്ടുള്ള ഒരു ടീമാണ്. എപ്പോഴും നമ്മൾ മെക്സിക്കോ കളിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ വെച്ച് മെക്സിക്കോ അങ്ങോട്ട് എത്തുന്നതായിട്ട് കാണുകയും ചെയ്യുന്നില്ല. ഇത്തവണത്തെ മെക്സിക്കൻ ടീം എങ്ങനെയാണ്? ഒരു അവസാനത്തെ 8ലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടോ മെക്സിക്കൻ ടീമിന്? അവസാനത്തെ 8-ലെത്തുമെന്ന് എനിക്കറിയില്ല. ആദ്യം 16 അവസാനിക്കാനാണ് സാധ്യത. പക്ഷെ അവർക്ക് ഇത്തവണ ഹോം അഡ്വാൻറ്റേജ് അതെപ്പോഴും ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പൊ 86 കളിച്ചപ്പോ മാനുവൽ നെഗ്രറ്റയുടെ ഗോൾസ്, ഹ്യൂഗോ സാഞ്ചസ് ആ ടീമിലുണ്ടായിരുന്നു. മെക്സിക്കോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു രാജ്യമാണ് മെക്സിക്കോ. പല യൂറോപ്യൻ കളിക്കാർ ഇപ്പൊ ഗ്വാർഡിയോളയൊക്കെ കരിയർ അവസാനിപ്പിച്ചത് അവിടെയാണ്. റാമോസ് അവിടെ പോയി കളിച്ചു മോൺട്രേക്ക് വേണ്ടി. അതേപോലെ മെക്സിക്കോന്റെ ഏറ്റവും നല്ല കളിക്കാർ എപ്പോഴും സ്പെയിനിലാണ് കളിച്ചിട്ടുള്ള. സാഞ്ചസ് റയൽ മെഡ്രിഡിന്, റാഫേൽ മാർക്കസ് നീണ്ടകാലം ബാഴ്സലോണിന്റെ സെന്റർ ബാക്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ട് യൂറോപ്യൻ ഫുട്ബോൾ, പ്രത്യേകിച്ച് സ്പെയിനായിട്ട്. അപ്പൊ അതിന്റെ ടാക്ടിക്കലായിട്ടും കുറെ അവരത് ബോറോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെക്സിക്കോന്റെ ശൈലി എന്ന് പറഞ്ഞ ശരിക്കും ഒരു ഹൈബ്രിഡ് ആണ്. കുറച്ച് ലാറ്റിൻ അമേരിക്കൻ ഫ്ലെയർ ഉണ്ട്, കുറെ യൂറോപ്യൻ ഡിസിപ്ലിനും ഇതൊക്കെ ആയിട്ട്. ഇപ്പോഴത്തെ ടീം ഒരു മോശം കാലം കഴിഞ്ഞൊരു നല്ല പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2025 അവര് ഗോൾഡ് കപ്പും വേറെ ഒരു കോൺകക്കാഫ് ടൂർണമെന്റ് ഒക്കെ ജയിച്ചു. അതിനു മുമ്പ് കുറച്ചു കാലം US-ന്റെ കുറെ പുറകിലായിട്ട് കുറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ നമ്മൾ പൊതുവെ പറയല് ഒരു ഫുട്ബോൾ പാഷൻ വളരെ കൂടുതലുള്ള ഒരു നാഷൻ. അതേ ദിവസത്തിൽ ഇത്തരം കളികളിലേക്ക് എത്തുമ്പം പ്രഷർ ഏറ്റവും കൂടുതലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ടീമും. ആ രീതിയിൽ നോക്കുമ്പം ഇപ്പോഴത്തെ ടീം, ഈ ലോകകപ്പിലെ ടീം എങ്ങനെയാണ് ദിലീപിന്റെ ഒരു ഇതിൽ വരുന്നത്? ഈ ലോകകപ്പിൽ ഉള്ള ടീമിനും അത് തന്നെ വരാൻ പോണ പ്രശ്നം എന്താ വെച്ചാൽ വളരെ ചുരുക്കം കളിക്കാരെ ഏറ്റവും ടോപ്പ് ലീഗ്സിൽ ഇപ്പൊ കളിക്കുന്നുള്ളൂ. ഇപ്പൊ നേരത്തെ ഞാൻ റാഫേൽ മാർക്കസിന്റെ കാര്യം പറഞ്ഞു. റാഫേൽ മാർക്കസ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വരെ കളിച്ച കളിക്കാരനാണ്. ഇപ്പോഴത്തെ അവരുടെ ഒരു ടോപ്പ് സ്ട്രൈക്കർ എന്ന് പറയാനുള്ള രാഹുൽ ഹിംനസ് EPL ഇപ്പൊ ഫുള്ളമിനാണ് കളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ടോപ്പ് മാച്ചസിൽ കളിച്ച് ശീലമുള്ള കളിക്കാര് വളരെ ചുരുക്കമാണ് സ്ക്വാഡിൽ. അത് കാരണം ഈ വലിയ കളികൾ വരുമ്പോ ആ ഒരു അനുഭവം ഇല്ലാത്തത് അപ്പോഴാണ് അറിയുക. ഇപ്പൊ ഒരു അർജന്റീനന്റെ എതിരെ കളിക്കുമ്പോ അതിലെല്ലാവരും ഒന്നുമില്ലെങ്കിൽ ലോകകപ്പ് ഫൈനൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലൊക്കെ കളിച്ച കളിക്കാരായിരുന്നു. ബ്രസീലിന്റെ ടീമിലും അങ്ങനെ പല കളിക്കാരുണ്ട്. ഫ്രാൻസ് എല്ലാവരും അങ്ങനത്തെ കളിക്കാര്, സ്പെയിൻ എല്ലാവരും യൂറോ ജയിച്ച കളിക്കാര്. അപ്പൊ അങ്ങനത്തെ ടീമിനെതിരെ ഏറ്റുമുട്ടുമ്പോ അനുഭവം ഇല്ലാത്തത് പുറത്തു വരും. എന്നാലും ഒരു സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ സാധ്യതകളെ എങ്ങനെയാണ് ദിലീപ് ഈ ടീമിനെ വെച്ചിട്ട്, അതായത് നമ്മൾ ആ ഗ്രൂപ്പിനെയും കൂടി വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ? ആ ഗ്രൂപ്പ് അത്ര എളുപ്പമല്ല ശരിക്കും. സൗത്ത് ആഫ്രിക്ക ഇപ്പൊ തിരിച്ചു വരുന്ന ഒരു പാതയിലാണ്. 2015 ശേഷം അവരുടെ ആദ്യത്തെ ലോകകപ്പാണ്. അത് ആ മാമലോഡി സൺഡൗൺസ് പറഞ്ഞ അവരുടെ ഏറ്റവും ശക്തമായ പ്രിറ്റോറിയയിലത്തെ ടീമാണ്. ആ സൺഡൗൺസ് ടീം ഇപ്പൊ കാഫ് ചാമ്പ്യൻസ് ലീഗും ജയിച്ചു. ആ ടീമിന് ചുറ്റും ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വാഡാണ്. അപ്പൊ അവര് നല്ല ടീമാണ്. സൗത്ത് കൊറിയ മറ്റേ സോൺ ഹ്യൂങ്മിൻ മാത്രല്ല, ബായൺ മ്യൂണിക്കിന് കളിക്കുന്ന കിം മിൻ ജെ, ലീ കാനിങ്, PSG ഇവരൊക്കെയുള്ള കുറെ മികച്ച കളിക്കാരുണ്ട് കൊറിയക്ക്.
പിന്നെയുള്ള ചെക്ക് റിപ്പബ്ലിക്കാണ്. ഒരു കാലത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു യൂറോപ്യൻ ടീം 2004 യൂറോ ജയിക്കാതെ പോയ ചെക്ക് ടീമായിരുന്നു. തോമസ് റോസിറ്റ്സ്കി, ബാരോസ്, അങ്ങനത്തെ യാൻ കോളർ, അങ്ങനത്തെ കുറെ കളിക്കാരുണ്ട്. ഇത് അത്ര നല്ല ചെക്ക് ടീമല്ല, പക്ഷെ അവർക്ക് എപ്പോഴും അവര് ഇതേപോലെ ഇപ്പൊ തോമസ് സൂച്ചെക്, പാട്രിക് ഷിക് ഇവരൊക്കെ ടോപ്പ് മാച്ചസിൽ കളിച്ചിട്ടുള്ള കളിക്കാരാണ്. അപ്പൊ അവരെയും എഴുതി തള്ളാൻ പറ്റില്ല. അത് കാരണം വളരെ ഈവൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഇതിൽ ഒരു ടീമും എൻ്റെ അഭിപ്രായത്തിൽ സെമി ഒന്നും എത്താൻ പോകുന്നില്ല, പക്ഷെ എല്ലാവർക്കും മറ്റേ ടീമിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ടീമുകളാണ്. നെതർലാൻഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നെതർലാൻഡ്സ് എപ്പോഴും ഹോളണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ആരാധകരുള്ള ഒരു ടീമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ഫിലോസഫി അത്രയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ടീമുമാണ്. പക്ഷെ അതൊരു നമ്മളൊരു ട്രോഫി ക്യാബിനറ്റിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെയൊന്നും പറയാനുമില്ല. എന്തുകൊണ്ടാണ് ഈ വലിയ ഫുട്ബോളേഴ്സാണ്, നമുക്കറിയാമല്ലോ ഒരുപാട് പേര് വലിയ ഫുട്ബോളേഴ്സ് ഉള്ള ഒരു രാഷ്ട്രമാണ് നെതർലാൻഡ്സ്. പക്ഷെ അത് കപ്പുകളെ കുറിച്ച് പറയുമ്പം നെതർലാൻഡ്സിന് അധികം അവകാശപ്പെടാനുമില്ല. ആ ഒരു ഗ്യാപ്പ് വരുന്നത് എവിടെ നിന്നാണ്? ഗ്യാപ്പ് വരുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ക്വാഡ്സ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ സാധാരണ ആദ്യം പറഞ്ഞൊരു വാക്ക് ഡിസിപ്ലിൻ ആണ്. പ്രത്യേകിച്ച് ജർമ്മൻസും ഫ്രാൻസും ഒക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്ക്വാഡ്സ് ആയിരിക്കും. ഈ ഡച്ച് ഫുട്ബോളിന് പ്രത്യേകിച്ച് ആ ടോട്ടൽ ഫുട്ബോളിന്റെ ആ സമയത്തിന് ശേഷം ഇൻഡിവിജ്വൽ ഫ്രീഡമും അവർ കുറെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറെ ഈഗോ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ 1996 യൂറോസിലൊക്കെ പല കളിക്കാരും തമ്മിൽ അടിയായിരുന്നു. അങ്ങനെയാണ് അവർ ഇംഗ്ലണ്ടിനോട് 4-1 തോൽക്കുന്നത്. ഒരു ടീം യൂണിറ്റി ഇല്ലാത്തൊരു ഗ്രൂപ്പായിരുന്നു. ഇപ്പൊ പക്ഷെ നേരെ തിരിച്ച് അവരുടെ ഒരു വലിയ സ്ട്രെങ്ത് അതാണ്. ഇപ്പൊ ഒരു വളരെ ശക്തമായ ഒരു ലീഡർ ഉണ്ട്, വെർജിൽ വാൻ ഡൈക്ക്, ലിവർപൂളിന്റെ. ആ ക്യാപ്റ്റന്റെ പുറകെ കുറെ നല്ല ചെറുപ്പക്കാർ, കുറെ കളിക്കാരുണ്ട്. അപ്പൊ പണ്ടത്തെ ആ സ്റ്റാർഡം ഇല്ലെങ്കിലും കുറെ കൂടി ഒരു ടീം യൂണിറ്റി ഉണ്ട്. ഏറ്റവും മികച്ച ടീമായിട്ട് ഏത് കാലത്താണ് നെതർലാൻഡ്സ് ഉണ്ടായിട്ടുള്ളത്? പലപ്പോഴും ഏറ്റവും മികച്ച ടീമായിട്ട് വന്നിട്ട് നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പൊ 1990 ഭയങ്കര ഹൈപ്പായിരുന്നു. എന്താ വെച്ചാൽ 88 അവര് യൂറോസ് ജയിച്ച ടീമായിരുന്നു. അതാ മാർക്കോ വാൻ ബാസ്റ്റന്റെ വണ്ടർ ഗോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ആ കാലത്ത് AC മിലാൻ ടീമിൽ ഇവര് 3 പേരാണ്, വാൻ ബാസ്റ്റൻ, റൂഡ് ഹുള്ളറ്റ്, ഫ്രാങ്ക് റൈക്കാർഡ്. പക്ഷെ ഇവര് ലോകകപ്പിൽ വന്നിട്ട് ജർമ്മനി ആയിട്ടുള്ള 2ാം റൗണ്ടിൽ ഔട്ടാവുന്നു. അതിൽ പരസ്പരം തുപ്പിയ കളിയാണ് റൈക്കാർഡും മറ്റേ റൂഡി വോളറും തമ്മിലുള്ള. അങ്ങനത്തെ പല. പിന്നെ അതേപോലെ 2010 ഫൈനലിൽ എത്തുന്നു. പക്ഷെ ആൾക്കാർക്ക് ഫൈനലിനെ പറ്റി ഓർമ്മയുള്ളത് സ്പെയിൻ ജയിക്കുന്നത് കൂടാതെ നൈജൽ ഡിയോങ്ങിന്റെ ഒരു കുങ്ഫു കിക്കാണ്, അല്ലാതെ ഫുട്ബോൾ അല്ല. നെതർലൻഡ്സ് ശരിക്കും പലപ്പോഴും ഏറ്റവും നല്ല ഫുട്ബോളേഴ്സ് ഉണ്ടായിട്ട് ഒരു ശ്രദ്ധ വേറെ എവിടെയെങ്കിലും. ആ 2010 കളിയിൽ അവര് കുറെ ഫൗൾ ചെയ്തു. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട കളിയായിരുന്നു ശരിക്കും. അവരുടെ ശരിക്കുള്ള കഴിവ് വെച്ച് കളിച്ചാൽ ചിലപ്പോൾ അവർക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ പലപ്പോഴും ആ മിസ്റ്റെപ്സ് ഉണ്ടായിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്ന പോലെ കളിക്കാൻ പറ്റാതെ. ഈ കളിയുടെ ഒരു പ്രിവ്യൂ ചെയ്യുന്ന, വേൾഡ് കപ്പ് പ്രിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഈ നെതർലാൻഡ്സിനെ പറ്റി ഡാർക്ക് ഹോഴ്സ് ആയിരിക്കും ഇത്തവണ എന്നുള്ളത്. അത് പലതവണ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ കേട്ടിട്ടുണ്ട്. ദിലീപിന് എന്താ തോന്നുന്നു ഇപ്രാവശ്യം അതിന്റെ ഗ്രൂപ്പിലുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടും എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു ഡാർക്ക് ഹോഴ്സ് സാധ്യത? ഗ്രൂപ്പിന്ന് ഒരു മുന്നേറുന്ന എനിക്ക് ഏകദേശം ഉറപ്പ്. എന്താ വെച്ചാൽ സ്വീഡൻ അത്ര നല്ല ടീമല്ല. ഇപ്പൊ നല്ല ഇൻഡിവിജ്വൽസ് ഉണ്ട്. പക്ഷെ ഒരു പണ്ടത്തെ ഇപ്പൊ ഒരു 92 യൂറോയിലത്തെ സ്വീഡനോ അതോ 94 ലോകകപ്പ് സെമി എത്തിയ സ്വീഡൻ ഒന്നും അല്ല. ട്യൂണീസിയ പിന്നെ എപ്പോഴും ക്വാളിഫൈ ചെയ്ത് കാര്യമായിട്ടൊന്നും ചെയ്യാത്തൊരു ടീമാണ്. പിന്നെ ജപ്പാൻ പേടിക്കേണ്ട ഒരു ടീമാണ്. എന്താ വെച്ചാൽ ഏഷ്യയിലത്തെ ഏറ്റവും മികച്ച ടീമാണ് എൻ്റെ അഭിപ്രായത്തിൽ. അവർക്ക് ആരെയും തോൽപ്പിക്കാം. അവര് ജർമ്മനിയൊക്കെ ശരിക്കും വളരെ നല്ല രീതിയിൽ അടുത്ത കാലത്ത് തോൽപ്പിച്ചതാണ്.
അപ്പൊ ആ ഒരു മാച്ചാണ് ശരിക്കും അവർ സൂക്ഷിക്കേണ്ടി വരിക. പക്ഷെ അവർ ക്വാളിഫൈ ചെയ്യുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ്. പിന്നീട് എത്ര മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ക്വാർട്ടറിനപ്പുറം പോകുന്നു. എന്താ വെച്ചാൽ ഈ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഇല്ല പണ്ടത്തെ. ഇപ്പൊ 98-ലത്തെയൊക്കെ ആ ബർഗ് ക്യാമ്പിന്റെ ആ ഒരു ലോങ് പാസ് കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ ഇപ്പോഴും ലൂപ്പിൽ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ. അതേപോലെ വാൻ പേഴ്സിന്റെ ഹെഡഡ് ഗോൾ സ്പെയിനെതിരെ 2014 ആ ക്വാളിറ്റി കളിക്കാർ ഈ സ്ക്വാഡിലില്ല. കുറച്ച് മികച്ച ചെറുപ്പക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ആ ലെവലിൽ എത്തിയിട്ടില്ല. ഈ പുതിയ കോച്ചിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ, കോച്ചും ഒരു സ്റ്റേബിൾ ആയ ഒരു കോച്ചിങ് സമ്പ്രദായമുള്ള ആളല്ല. എന്താണ് അതിൽ അദ്ദേഹത്തിന്റെ? റോണൽഡ് കൂമൻ ഒരു പ്ലേയിങ് ലെജൻഡ് ആയിരുന്നു. ആ 88-ലത്തെ യൂറോ തൊട്ട് പിന്നെ ബാഴ്സലോണ ആദ്യം ചാമ്പ്യൻസ് ലീഗ് നേടിയപ്പോ ഗോൾ അടിച്ചത് കൂമനാണ്. ഒരു മാതൃക ഡിഫൻഡർ ആയിരുന്നു. അപ്പൊ അത് ഇപ്പൊ ആൻസ്ലോട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ടീമിനെ ഡിഫെൻസീവായിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും അവരൊരു സോളിഡ് ടീമായിരിക്കും. പക്ഷെ എത്ര നല്ല കോച്ചാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് കളിക്കാർ വേണം ജയിക്കാൻ. ആ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ഒരു നോക്കൗട്ട് ഇതിലൊക്കെ വരുമ്പോ ഇപ്പൊ ഒരു കഴിഞ്ഞ തവണ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു മെസ്സി ചെയ്തത്, അല്ലെങ്കിൽ 2018 എംബാപ്പെ ചെയ്തത്, ആ ഒരു സ്റ്റാർ ക്വാളിറ്റി ഈ ടീമിലില്ല. അടുത്ത സെക്ഷനിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദിലീപിന്റെ ഓർമ്മയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേൾഡ് കപ്പ് ഗെയിമാണ്. ബ്രസീലും ഇറ്റലിയും തമ്മിൽ 1952 നടന്ന മത്സരം. അതായത് ബ്രസീൽ 2, ഇറ്റലി 3. അതിനകത്താണെങ്കിൽ ബ്രസീൽ ടീമിനകത്ത് സീക്കോവും സോക്രട്ടീസും ഒക്കെ ഉള്ള ഒരു ടീമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷവും എല്ലാവരും പറയുന്ന ബ്രസീൽ ടീം എപ്പോഴും ഒരു ട്രാജഡിയാണെന്ന്, ഒരു ദുരന്ത കഥയാണെന്നാണ്. അപ്പൊ അത് ആ കളി വെച്ചിട്ട് എങ്ങനെയാണ് ദിലീപിനെ അത് ഓർമ്മിക്കാൻ പറ്റുന്നത്? എനിക്കത് ആദ്യം കാണുമ്പോ, ഞാൻ 8 വയസ്സായിരുന്നു എനിക്ക് ആ കളി കാണുമ്പോ, അപ്പൊ അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവില്ല. പിന്നീട് പക്ഷെ ഞാൻ ഒരു കളി ഒരു 50 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അത് ഇപ്പോഴും ഒരു ക്വാളിറ്റി ഓഫ് ഗെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ വളരെ ചുരുക്കം ഫുട്ബോൾ മാച്ചസ് ഉണ്ടായിട്ടുള്ളൂ. ഏത് ക്ലബായാലും അന്താരാഷ്ട്ര ഫുട്ബോൾ ആയാലും ആ ഒരു നിലവാരം എത്തുന്ന കളികൾ. ബ്രസീലിൽ അത് കാണുന്നത് ഫുട്ബോൾ മരിച്ച ദിവസം, ജൂലൈ 5. അത് കളിക്കാരും അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എഡേർ ആ ടീമിലുണ്ടായിരുന്ന പലരും, എഡേറൊക്കെ അതാ പറഞ്ഞത്, ഡേ ഫുട്ബോൾ ടൈം. ടെലി സാന്റാന കോച്ചായിരുന്ന ഏറ്റവും മികച്ചൊരു കോച്ചായിരുന്നു ശരിക്കും. പക്ഷെ ടെലി ജയിച്ചില്ല. 82-ലും ജയിച്ചില്ല. 86-ൽ ഇതേപോലെ ഫ്രാൻസിനോട് ക്വാർട്ടറിൽ തോൽക്കുന്നു. അപ്പൊ ആ പല കളിക്കാരും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു നിരാശ ടെലിക്ക് വേണ്ടി ഒരു ലോകകപ്പ് ജയിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന്. സീക്കോം അങ്ങനെ പല കളിക്കാരും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ മറ്റേ വശം എന്താ, ആ ടീമിലത്തെ പല കളിക്കാർ ഇപ്പോഴും ഇപ്പൊ സെന്റർ ബാക്സ് ആയിരുന്ന ഓസ്കർ, ലൂയിസിൻ, ഇവരൊക്കെ പറയുന്നത് നമ്മൾ കുറച്ചും കൂടി വിനയം കാണിക്കേണ്ടിയിരുന്നു. ആ 2-2 ആയിരുന്നപ്പോ ഡിഫെൻഡ് ചെയ്ത് 1 പോയിന്റ് മതി സെമിയിലെത്താൻ വേണ്ടി. അപ്പൊ അതിന് പകരം നമ്മുടെ സാമ്പ ഫുട്ബോളാണ്, അതുപോലെ തന്നെ കളിക്കുന്നു പറഞ്ഞ് പോയി കളിച്ചിട്ട് 3ാമത്തെ ഗോള് കയറും ചെയ്യുന്നു. ആ 2 വശമുണ്ട്. ഇപ്പൊ സെർജീനിയോ സെന്റർ ഫോർവേഡ് ആയിരുന്ന സെർജീനിയോ പറഞ്ഞിട്ട് ഞങ്ങളുടെ അഹങ്കാരം കാരണമാണ് നമ്മൾ തോറ്റത്. ബാക്കി ചിലരത് തീരെ അനുകൂലിക്കുന്നില്ല. ഇപ്പൊ എഡേറൊക്കെ പറയുന്നത് അതായിരുന്നു നമ്മുടെ ഐഡന്റിറ്റി, അതായിരുന്നു ആ ഫുട്ബോൾ, ആ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ആയിരുന്നു. സോക്രട്ടീസും അത് തന്നെ പറഞ്ഞു. സോക്രട്ടീസിന്റെ തത്വം വളരെ എളുപ്പമായിരുന്നു, കാണുന്നവർക്ക് ആഹ്ലാദം പകരുക, അതാ വാട്ട് മാറ്റേഴ്സ് ഇസ് ജോയ്. അപ്പൊ അങ്ങനെ 2 വശമായിട്ടാണ് ഇപ്പോഴും ബ്രസീൽ ആ കളിയെ കാണുന്നത്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു നമ്മൾ കുറച്ചും കൂടി സെൻസിബിളായി കളിച്ചാൽ ജയിക്കായിരുന്നു, പിന്നെ വേൾഡ് കപ്പും ജയിക്കായിരുന്നു. വേറൊരു കൂട്ടം കളിക്കാർ പറഞ്ഞ് ജയത്തിനും തോൽവിക്കും പ്രസക്തി ഇല്ല. എന്താ വെച്ചാൽ ഇപ്പൊ 44 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ ആ ടീമിനെ പറ്റി സംസാരിക്കുകയാണ്. ഈ നേരത്തെ ഇപ്പം ഈ പറയുന്ന കൂട്ടത്തില് ദിലീപ് പറഞ്ഞല്ലോ, അതായത് ബ്യൂട്ടിഫുൾ ഗെയിം, അതായത് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ എന്നുള്ള പലരും, പല നിരൂപകന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ കളി
അതായത് ശരിക്കും വിന്നിങ് ഫുട്ബോൾ എന്നുള്ള രീതിയിലുള്ള ഒരു വേറെ പ്രൊഫഷണലിസം എന്നൊക്കെ നമ്മൾ പറയുന്ന അതെ ഒരു ഫുട്ബോളിന്റെ എമർജൻസ് അതെ വരുന്നത് ഈ കളി തോൽവിയോട് കൂടിയിട്ടാണ്. അതായത് ബ്യൂട്ടിഫുൾ ഗെയിം തോൽക്കുകയും വിന്നിങ് ഗെയിം ജയിക്കുകയും ചെയ്യുന്ന situation. തീർച്ചയായും വിന്നിംഗ് ഗെയിം ഒരു കുറേ കൂടി ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഫുട്ബോളിൽ അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് വരാനൊരു വലിയ കാരണം അത് ജൂനിയർ അത് പറഞ്ഞിട്ടുണ്ട്. ഇഫ് വി ഹാഡ് വൺ ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ വുഡ് ഹവ് ബീൻ ഡിഫറെന്റ്. ഈ ആ ഒരു ശൈലി കുറേ കൂടി ടീമുകൾ കളിക്കാൻ ഇത് തോറ്റത് കാരണം ഇതിപ്പോ ഫുട്ബോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച 3 അറ്റാക്കിംഗ് ടീംസ് ഹംഗറി 1954 പുഷ്കസിന്റെ ടീം, നെതർലൻഡ്സ് 1974 ക്രൂയിഫിന്റെ ടീം, ഇവര് 2 ടീമുകളും ഫൈനലിൽ തോറ്റു. ബ്രസീൽ 82 ഫൈനല് പോലും സെമി പോലും എത്തിയില്ല. അപ്പൊ ആൾക്കാരുടെ മനസ്സിൽ ഇത്രയും മികച്ച 3 ടീമിന് ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു ടാക്ടിക്സോടുകൂടി മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു തുടങ്ങി. പിന്നെ 86 ബിലാർഡോ ജയിക്കേണ്ട അർജന്റീനയുടെ കൂടെ ഒരു വളരെ എന്താ പറയുക ഒരു വർക്ക്മെൻ ലൈക്ക് ടീമായിരുന്നു. മാരഡോണിന്റെ ജീനിയസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ടീമില് വാൽഡാനോ നല്ല സെന്റർ ഫോർവേഡ് ആയിരുന്നു. ബാക്കി ഒരു ഒറ്റ കളിക്കാരനും നമ്മുടെ എന്താ പറയാ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 120 ആക്കണ കളിക്കാരായിരുന്നില്ല. അപ്പൊ അത് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും വന്നു. അത് കാരണം ഈ അന്നത്തെ ബ്രസീൽ ടീമിനെ തോൽപ്പിച്ച ഇറ്റാലിയൻ ടീമിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതായത് അന്ന് മികച്ച ടീമായിരുന്നു. അത് എനിക്ക് ആ കളിയെ വിലയിരുത്തുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് പറയുമ്പോ ആൾക്കാര് സജസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇറ്റലി അർഹിക്കാതെ ജയിച്ചൊരു കളി. അത് ഒരിക്കലും അല്ല. എന്താ വെച്ചാൽ അതില് ആ കളി ഞാൻ പറഞ്ഞ പോലെ ഞാൻ 50 തവണയായിട്ട് കണ്ടിട്ടുണ്ട്. അതില് 4ാമത്തെ ഒരു ഗോള് ഗ്രാസിയാനിന്റെ അതൊന്നും അത് ശരിക്കും ഓഫ് സൈഡ് ആയിരുന്നില്ല. 4-2 ജയിക്കേണ്ടതാണ് ഇറ്റലി. അവരത്രയും നല്ല ടീമാണ്. ആ ടീമിന്റെ പ്രത്യേകത എന്താണ്? ഡീനോസോഫ് എല്ലാ കാലത്തെയും അപ്പം 40 വയസ്സായിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തെയും ഒരു മികച്ച ഗോൾ കീപ്പർ ആയിരുന്നു. ലെവ് യാഷിൻ ഡസേവ് ആ സ്റ്റാൻഡേർഡിലുള്ള ഒരു കീപ്പർ. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സെന്റർ ബാക്ക് സിറയ യുവന്റസിന്റെയും ഇറ്റലിയുടെയും ഒരു വിധത്തിൽ നമുക്ക് കണ്ടാ ഇപ്പൊ വാൻഡാക്കിനെയൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവും. ഹൈറ്റും ഫിസിക്കും ഒക്കെ കൂടി. സിറയെ കണ്ടാൽ നമ്മളിപ്പോ നടന്നു പോകുമ്പോ റോഡിൽ കാണുന്ന ഒരാള്, സാധാരണ ഒരു മനുഷ്യൻ. പക്ഷെ ആ പൊസിഷനിങ് ആന്റിസിപ്പേഷൻ ഒക്കെ ടോപ്പ് ക്ലാസ്. ഈ സിറയായിരുന്നു ബറേസിന്റെയും മോൾഡിന്റെ ഒക്കെ ഗുരു ഒരു കണക്കിന് ശരിക്കും. അപ്പൊ ആ ഒരു ക്ലൗഡിയോ ജെന്റിലെ ആണെങ്കിൽ സിറയ ഒരു സിൽക്ക് ആണെങ്കിൽ ഇത് മറ്റേ ഗുസ്തിയുടെ ഇത് അങ്ങനത്തെ ഒരു വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക്. പിന്നെ വളരെ നല്ല മിഡ്ഫീൽഡ് ഈ ഗ്രാസിയാനി, ബ്രൂണോ കോണ്ടി, മാർക്കോ ടാഡോ ഇവരൊക്കെ. പിന്നെ പൗലോ റോസിയുടെ ഗോൾസും. റോസി ഒരു ടോപ്പ് ക്ലാസ് സെന്റർ ഫോർവേഡ്. പക്ഷെ അന്ന് പിന്നെ പൗലോ റോസി വരുന്ന സമയത്ത് ഒരു കോൺട്രോവേഴ്സിയിലൊക്കെ കോൺട്രോവേഴ്സിയിൽ പെടുകയും പിന്നെ മാത്രമല്ല ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. അതെ, പക്ഷെ പലപ്പോഴും അതാണ് നമുക്ക് ഈ ലോകകപ്പ് പ്രവചനത്തിനൊക്കെയുള്ള പ്രശ്നം. എല്ലാവർക്കും തെറ്റ് പറ്റുന്നത് നമ്മൾ ലീഗ് ഒരു കഴിഞ്ഞു പോയ ലീഗ് സീസണിന്റെ ഫോം നോക്കിയിട്ടാണ് പലപ്പോഴും പ്രവചിക്കുന്നത്. നേരെ തിരിച്ച് പലപ്പോഴും ഒരു ലോകകപ്പിൽ ഏറ്റവും മാറ്റം വരുത്തുന്ന കളിക്കാര് ഒരു മോശം സീസൺ കഴിഞ്ഞ് വരുന്നവര് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുള്ളവര്. ഇപ്പൊ 90 ടോട്ടോ സ്കിലാച്ചി ആയിരുന്നു ഗോൾഡൻ ബൂട്ട് ഇറ്റലിയുടെ. സ്കിലാച്ചി ജീവിതത്തിൽ ആകെ ഒരു സീസണിലെ 15 സെറിയ ഗോൾ അടിച്ചുള്ളൂ. അത് 89-90 ആ സീസണിൽ യുവന്റസിന് 15 ഗോൾ അടിച്ചു. അതിനു മുമ്പോ അത് കഴിഞ്ഞിട്ടോ ഒരിക്കലും 15 ഗോളിൽ അധികം അടിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ടൂർണമെന്റില് സിലാച്ചി ആർക്കും തൊടാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ 2002 സെനഗലിന്റെ എൽഹാജ് ഡ്യൂഫ് ആ പ്രദർശനം കണ്ടിട്ട് ലിവർപൂൾ കുറെ പൈസ കൊടുത്ത് വാങ്ങി. അവിടെ വന്നിട്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ലോകകപ്പിന്റെ സമയത്ത് അൺടച്ചബിൾ ആയിരുന്നു. താരനിബിഡമായ ബ്രസീൽ ടീമാണ്. അത്രയും താരം മാത്രമല്ല, ശരിക്കും ഒരു അത്രയും വലിയ ജീനിയസുകളുടെ ഒരു സംഗമം ആയിരുന്നു അന്നത്തെ ബ്രസീൽ ടീം എന്ന് പറയുന്നത്. അതിലിപ്പം നമ്മൾ സീക്കോ, സോക്രട്ടീസ്, ജൂനിയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു അതിന്റെ ശരിക്കും അത്രയും ഒരു ജീനിയസ് ഫീൽഡ് ആയിട്ടുള്ള ഒരു ടീം എന്ന് പറയാൻ മാത്രം എന്തായിരുന്നു? അത് മിഡ്ഫീൽഡാണ്. ഇപ്പൊ ഒരു ഫുട്ബോൾ ടീമിന്റെ സോൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മിഡ്ഫീൽഡാണ്. ആ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് മുഴുവൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ആ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ സോക്രട്ടീസ് തന്റെ ക്ലബായ കൊറിന്ത്യൻസിന്റെ മെയിൻ പ്ലേ മേക്കർ,
സീക്കോ അതേപോലെ ഫ്ലെമിംഗോയില്, സെറേസോ ഇപ്പൊ അത്ലറ്റിക്കോ മിനേറോന്റെ പ്ലേ മേക്കർ, ഫാൽക്കാവ് അപ്പോഴേക്കും റോമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ക്ലബിന്റെ അവിടെയും അവിടുത്തെ മെയിൻ ക്രിയേറ്റർ ഫാൽക്ക. അപ്പൊ ഇങ്ങനത്തെ 4 ശരിക്കും പറയാ 4 നമ്പർ 10s എന്ന് പറയില്ല. ഫാൽക്കാവ് കുറച്ചും കൂടി ഇറ്റാലിയൻ ഫുട്ബോളിലെ ആ പൊസിഷന് രജിസ്റ്റർ എന്നാ പറയുക, ഒരു ഡീപ്പ് പ്ലേ മേക്കർ. പിന്നീട് ആൻഡ്രിയ പിർലോ ഒക്കെ ഇറ്റലിക്ക് ചെയ്ത പോലെ. പക്ഷെ ബാക്കി 3 പേരും ശരിക്കും ഒരു നമ്പർ 10 റോളിൽ കളിക്കാൻ പറ്റുന്നവരായിരുന്നു. സെറേസോ കുറച്ചും കൂടി വിത്ഡ്രോൺ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ 4 ജീനിയസ് പ്ലേയേഴ്സ്, അത് ഇവർക്ക് എല്ലാവർക്കും ഗോൾ അടിക്കാനും പറ്റും. ഫാൽക്കോ ആ വേൾഡ് കപ്പില് ഭയങ്കരമായിട്ട് 2 ഗോൾ അടിച്ചു. സോക്രട്ടീസ് ആണ് തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ ആയിട്ടുള്ള ഒരു ഗോളായിട്ട്. അപ്പൊ അത്രയും കഴിവുള്ള ഒരു മിഡ്ഫീൽഡും, പിന്നെ ഈ കാഫു, റോബർട്ടോ കാർലോസ് ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു റോക്കറ്റ് ഫുൾ ബാക്ക് ആയിരുന്നു ജൂനിയർ. ഗോൾ അടിക്കാൻ പറ്റും, ഇങ്ങനെ ഷട്ടിൽ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അത് എല്ലാ വിധത്തിലും 70ത്തെ ടീം പോലെ, 70ത്തെ ടീമിനെ പറ്റി ക്ലോഡോ ആൽഡോ എന്ന് പറഞ്ഞ അവരുടെ ആകെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങക്ക് 5 ഏസ് ആയിരുന്നു, ഒരു പാക്കിൽ 4 എണ്ണം ഉണ്ടാവുള്ളൂ. ഞങ്ങക്ക് പെലെ, ജെർസിനോ, ഗേഴ്സൺ, ടോസ്റ്റോ, റിവലീനോ 5 എണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൽ ഈ 4 മിഡ്ഫീൽഡേഴ്സും വെച്ചിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ 2 മിഡ്ഫീൽഡേ കണ്ടിട്ടുള്ളൂ. ഒന്ന് അതും പിന്നെ ഫ്രാൻസ് 84ഉം. ഇത്രയും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഒരു വീഡിയോ എല്ലാ ലോകകപ്പിന് മുമ്പും ഇപ്പൊ യൂട്യൂബിലായാലും ചാനൽസിലായാലും ഏറ്റവും മികച്ച ലോകകപ്പ് ഗോൾസ് എന്ന് പറഞ്ഞൊരു കമ്പലേഷൻ ഉണ്ടാക്കും, ടോപ്പ് 50. ഇതിൽ എല്ലാ കാലത്തും ഒരു 8 ഗോളെങ്കിലും ബ്രസീൽ 1982 ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ടീമായിരുന്നു. അതും അവര് ചിന്തിക്കാൻ പറ്റാത്ത എഡറൊക്കെ സ്കോട്ട്ലൻഡിനെതിരെ ബോക്സിന്റെ പുറത്തുനിന്ന് ചിപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. സാധാരണ ഒരു കളിക്കാരനൊന്നും അത് ആലോചിക്കുക പോലും ഇല്ല. അപ്പൊ ആ ഒരു ലെവലിലാണ് അവർ കളിച്ചിരുന്നത്. ഈ പിന്നെ ബ്രസീലിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ ദിലീപ് കൊണ്ടും പറഞ്ഞു അതിന്റെ മിഡ്ഫീൽഡ് ആണ് കളി ജയിച്ചിരുന്നത്. അപ്പം ശരിക്കും അന്നത്തെ കളിനെയൊക്കെ അന്നത്തെ ആ ടീമിന്റെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് മിത്തോളജി എന്നൊക്കെയുള്ള രീതിയിലാണ് പിന്നെ അറിയപ്പെടുന്നത്. ഇപ്പം ഒരു കളിയിൽ അങ്ങനെ തന്നെയാണോ? മിഡ്ഫീൽഡ് തന്നെയാണോ ഇപ്പോൾ നടക്കുന്ന കളികളിലും ഒരു കളി നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ജയിപ്പിക്കുകയോ ചെയ്യുന്നു? പ്ലേ മേക്കേഴ്സ് ആണ്. ഇപ്പൊ മെസ്സിയൊക്കെ നമ്പർ 10 ആയിട്ടാണ് കളിക്കുന്നത്. ഇപ്പൊ ഇത്തവണ എനിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ടീം പോർച്ചുഗലാണ്. എന്തുകൊണ്ട് ആ മിഡ്ഫീൽഡ് വിറ്റീനിയ, ജാവോ നെവസ്, PSG മിഡ്ഫീൽഡ്. അർജന്റീനയ്ക്ക് എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, അലക്സിസ് മെക്കാലിസ്റ്റർ ഉണ്ട്, മറ്റേ റോഡ്രിഗോ ഡിപ്പോൾ ഉണ്ട്. അങ്ങനത്തെ കുറെ മികച്ച കളിക്കാരുണ്ട്. അപ്പൊ ഇപ്പോഴും തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണത്. ക്രിയേറ്റീവ് പ്ലേയേഴ്സ് വേണം. അവർ ചിലപ്പോൾ കുറച്ച് മുന്നിലായിരിക്കും, നമ്പർ 10 പൊസിഷൻ ആയിരിക്കും. ഇപ്പൊ ജർമ്മനിക്ക് ഫ്ലോറിയൻ വേർട്സ് മിക്കവാറും ഒരു നമ്പർ 10 ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. പക്ഷെ ആ ഒരു കളിക്കാരനില്ലാതെ ഈ പ്രത്യേകിച്ച് ഒരു ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടീംസിനെതിരെ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഫ്രാൻസിന് അതേപോലെ അനേക കളിക്കാരുണ്ട്. ഇപ്പൊ ഒളീസെ, റയൻ ചർക്കി, എംബാപ്പെ, അങ്ങനെ കുറെ കളിക്കാരുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ, അതായത് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു അവസാന റൗണ്ടിലൊക്കെയുള്ള ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ ദൃശ്യം എന്ന് പറയുന്നത് യുവാൻ ക്രൈഫിൻ്റെ ക്രൈഫ് ടേൺ എന്ന് പറയുന്നത്, അതായത് സ്വീഡനായിട്ട് നടന്ന മത്സരത്തിലുള്ള ആ മൊമെന്റിനെ എങ്ങനെയാണ് ദിലീപ് വീക്ഷിക്കുന്നത്? എന്താണ് അതിന്റെ ക്രൈഫിന്റെ ജീനിയസ് എന്താണ് അതിനകത്തുള്ളത്? അത് അതിലത്തെ തമാശ എന്താ, ആ കളി നെതർലൻഡ്സ് ജയിച്ചത് പോലില്ല. അത് 0-0 സമനിലയിൽ അവസാനിച്ച കളിയാണ്. പക്ഷെ ആ ഒരു മോമെന്റ്, അതൊരു ലോങ് പാസ് വരുന്നത്, ക്രൂയിഫ് അപ്പൊ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക, ലോങ് പാസ് വരുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നു. ഇപ്പൊ യാൻ ഓൾസൺ എന്നായിരുന്നു ഡിഫൻഡറുടെ പേര്. യാൻ ഓൾസൺ പിന്നീട് പറഞ്ഞു, എനിക്ക് അറിയില്ല പിന്നെന്താ സംഭവിച്ചത്, എനിക്ക് അഭിമാനം ഉണ്ട്, പക്ഷെ ഞാനായിരുന്നു അതിന്റെ വിക്ടിം എന്നുള്ളത്. പക്ഷെ അത് താൻ വലത്തെ കാല് വെച്ച് ബാക്കിലേക്ക് തട്ടി തിരിഞ്ഞ് പോവുകയാണ്. അപ്പൊ ഇപ്പോഴും അത് ടോട്ടൽ ഫുട്ബോളിന്റെ ഒരു പ്രതീകമായിട്ട് മാറി ആ ഒരു മൂവ്. അതെന്താ വെച്ചാൽ ഒരു ടീം സ്ട്രക്ചറിൽ ഇൻഡിവിജ്വൽ ജീനിയസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ള അതിന്റെ ഒരു ഇപ്പോഴും ഞാൻ 2 കൊല്ലം മുമ്പ് ഞാൻ ദുബായ് പോയപ്പോൾ ചെറിയ കുട്ടികളുടെ ഒരു കളി
കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വെറുതെ പോയപ്പോ ഒരു കോച്ച് എന്നോട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, ആ കുട്ടിയെ കണ്ടു, അവന് ക്രൂയിഫ് ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴും കോച്ചിങ് അക്കാഡമിയിലൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മൂവാണ്. അപ്പൊ അത് ആ ടീം പിന്നെ ഫൈനലിൽ എത്തും ചെയ്തു, വെസ്റ്റ് ജർമ്മനിയോട് തോറ്റു. പക്ഷെ ആ ടോട്ടൽ ഫുട്ബോൾ ഫിലോസഫി ശരിക്കും എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത ആ ഒരു മൂവായിരുന്നു ശരിക്കും. അത് എങ്ങനെ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഉള്ളില് ഇൻഡിവിജ്വൽ ക്രിയേറ്റിവിറ്റി എങ്ങനെ ഫ്ലവർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫുട്ബോളിന്റെ സീസൺ സമയമായതുകൊണ്ട് തന്നെ എന്താണ് ടോട്ടൽ ഫുട്ബോൾ എന്ന് ദിലീപ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും? ടോട്ടൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളു. ഇപ്പൊ ഡിഫൻഡേഴ്സ് പലപ്പോഴും നമ്മൾ സംസാരിക്കാൻ പറഞ്ഞിട്ട്, ഞാൻ കുട്ടിയായിരുന്നപ്പോ ഇംഗ്ലീഷ് ഫുട്ബോളിലൊക്കെ ഒരു ഡിഫൻഡറുടെ അടുത്ത് ബോൾ കിട്ടിയാൽ അത് സ്റ്റാൻഡിലെത്തും, അല്ലെങ്കിൽ മറ്റേ ഗോളിന്റെ അടുത്തെത്തും. അത്ര അവര് ബോളായിട്ട് അവര് കളിക്കരുത്. ഇത് മറ്റേത് ഈ ഡച്ച് ടീമിലെ എല്ലാ കളിക്കാർക്കും എല്ലാം ചെയ്യാം. അവര് ഡിഫൻഡേഴ്സിന് പാസ് ചെയ്യാൻ പറ്റും, ഫോർവേഡ്സ് ഡീപ്പായിട്ട് വരും, മിഡ്ഫീൽഡേഴ്സ് ഗോൾ അടിക്കാൻ വേണ്ടി മുന്നേറും. അപ്പൊ പല ഫ്ലെക്സിബിൾ പൊസിഷൻസ് ആയിട്ട് ഇപ്പൊ നമ്മൾ പല ടീമുകളെ പറ്റി, ഇപ്പൊ ഗ്വാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂളിന്റെ ക്ലോപ്പിന്റെ ഏറ്റവും മികച്ച ടീമിൽ ഫെർമിനിയോ ഒരു ടോട്ടൽ ഫുട്ബോളറെ പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. നോഷണൽ ആയിട്ട് ഒരു നമ്പർ 9 ആണെങ്കിലും പലപ്പോഴും വളരെ ഡീപ്പായിട്ട് വന്ന് ബോൾ എടുത്തിട്ട് മുമ്പിലുള്ള കളിക്കാർക്ക് പാസ് ചെയ്യും. അങ്ങനെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പൊ അതാണ് ടോട്ടൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ഫുൾ ബാക്സ് ആയാലും സെന്റർ ബാക്ക് എല്ലാവർക്കും ബോൾ പാസ് ചെയ്യാൻ പറ്റും. അവര് ഒരു കളിക്കാരൻ പൊസിഷനിലേക്ക് പോകുമ്പോൾ മറ്റാൾ കവർ ചെയ്യും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ശരിക്കും. ഒരു ഫുട്ബോൾ ആകെപ്പാട് മാറ്റിമറിച്ചൊരിത് എന്താ വെച്ചാൽ, ബാക്കിന്ന് നമുക്കൊരു മൂവ് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലാതെ ലോങ് ആയിട്ട് മാത്രം പോകണം എന്നുള്ള ആ ഒരു മാറ്റിയൊരു ടീം ശരിക്കും. ഇതുപോലെ ഈ ക്രൂയിഫിനെ പോലെ പിന്നീട് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടുവന്നിട്ടുള്ള വേറെ ഏതെങ്കിലും കളികൾ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും 88 ഇതേ റൈനസ് മിക്കിൾസ് കോച്ചായിരുന്നപ്പോ അവര് യൂറോ ജയിച്ചു. അതില് ഈ റൂഡ് ഹുള്ളിറ്റ് ശരിക്കും അൾട്ടിമേറ്റ് ടോട്ടൽ ഫുട്ബോളർ ആയിരുന്നു. സെൻട്രൽ ഡിഫൻസിൽ കളിക്കാൻ പറ്റും, മിഡ്ഫീൽഡർ ആയിരുന്നു, മുന്നേറി ഗോൾ അടിക്കാൻ പറ്റും, ഹെഡ് ചെയ്യാൻ ഭയങ്കര പവർഫുൾ ഹെഡർ ആയിരുന്നു. ഇപ്പൊ ശരിക്കും ഒരു കംപ്ലീറ്റ് ഫുട്ബോളർ ആയിരുന്നു, വളരെ നല്ല അത്ലീറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് R9 പറ്റി പറയാം, എല്ലാ ബോക്സും ടിക്ക് ചെയ്തിരുന്ന സ്ട്രൈക്കർ ആയിരുന്നു. അതുപോലെ എല്ലാ ബോക്സും ടിക്ക് ചെയ്തിരുന്ന ഒരു കംപ്ലീറ്റ് ഫുട്ബോളർ ആയിരുന്നു റൂഡ് ഹുള്ളിറ്റ്. R9 പറ്റി പറഞ്ഞല്ലോ, അതും ഇതുപോലെ തന്നെ. പിന്നെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എടുത്ത് പറയുകയാണെങ്കിൽ, ഞാൻ ഏറ്റവും ഓർമ്മിക്കാൻ 2002 ഫൈനലിൽ ഗോൾ അടിക്കുക. അത് ആ ജേർണി എങ്ങനെ പോയി എന്നുള്ള, എന്താ വെച്ചാൽ ആ മുട്ടിന്റെ പരിക്കിന് ശേഷം കളിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത്രയും ഞാൻ ആ കളിയിൽ കളിച്ച ഇന്ററിന് വേണ്ടി കളിക്കുമ്പോഴാണ് സംഭവിച്ചത്. ആ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് പല കളിക്കാരുമായിട്ട്. അവരെല്ലാരും പറയുന്നത് ഇത്രയും മോശം ഇഞ്ചുറി ഞങ്ങൾ ജീവിതത്തിൽ കണ്ടില്ല. ഇതാണ് മുട്ടെന്നുണ്ടെങ്കിൽ നീ ക്യാപ്പ് ഇവിടെ വരെ വന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ തൊടയിലായിരുന്നു നീ ക്യാപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അത്രയും മോശം ഇഞ്ചുറി കഴിഞ്ഞിട്ട് സാധാരണ ആരും തിരിച്ചു വന്നാൽ തന്നെ ഒരിക്കലും ഒരു ലോകകപ്പ് ഫൈനലിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡിൽ ഒരു കളിക്കാരനാവാൻ പറ്റില്ല. പക്ഷെ R9 ജീനിയസ് അതായിരുന്നു. ഇത്രയും പരിക്കുകൾ കഴിഞ്ഞിട്ടും ഒരു ലോകകപ്പ് ഫൈനലിൽ എത്തി, ആ ലോകകപ്പിൽ ടോപ്പ് സ്കോറർ ആയിരുന്നു, ഫൈനലിലും ഗോൾ അടിക്കുന്നു. അതെ, എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ആലോചിക്കും, പീക്ക് R9 കണ്ടിട്ടുണ്ട് 97 ആ സീസണിലൊക്കെ. ആ R9 ആണെങ്കിൽ 12-13 ഗോള് ചിലപ്പോ, എന്താ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കളിക്കാരനായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇതുപോലെ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്നുള്ള രീതിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നീട് മെസ്സി, റൊണാൾഡോ ഒക്കെ നമ്മൾ പറയുന്നില്ല, അടുത്തെത്തില്ല അല്ലേ? അങ്ങനെ ആ കമ്പാരിസൺ എന്താണ്? കമ്പാരിസൺ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയണ്ട, നിങ്ങൾ ആ കാലത്തെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സിനോട് ആരോട് വേണമെങ്കിൽ ചോദിച്ചു, മോൾഡീനി തുടങ്ങിയിട്ട് ഫുട്ബോൾ ചരിത്രത്തിലത്തെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സ് ഇവരിപ്പോ റിയോ ഫെർഡിനാൻഡ്, മോൾഡീനി, മറ്റേ കോസ്റ്റക്കോട്ട, നെസ്റ്റ, ഇവരൊക്കെ R9 എല്ലാവരും ഹൂസ് ദ ബെസ്റ്റ് പ്ലെയർ യു പ്ലേഡ് അഗൈൻസ്റ്റ് അവര് ചിന്തിക്കുക പോലും ഇല്ല. ബാറ്റിസ്റ്റൂട്ട വരെ
അർജന്റീനിയൻ ആണ് പറയുമ്പോ R9 എൽ ഫിനോമിനോ അത്രേ പറയാം, ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവർക്ക് വേറെ ആർക്കും എല്ലാം തികഞ്ഞ കളിക്കാരെ. ഇപ്പൊ R9 എടുത്തു കഴിഞ്ഞാൽ മൈക്കിളോന്റെ പേസ്, സ്ലാറ്റാന്റെ ശക്തി, റൊണാൾഡീനോന്റെ ഡ്രിബ്ലിംഗ്, CR7ന്റെ ഹെഡിങ്, ഇതെല്ലാം തികഞ്ഞ ഒരു കളിക്കാരനാണ്. ഒരു ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ പിന്നെ കോച്ചസിനോട് ഇപ്പൊ ഹോസെ മൊറീനിയോ അപ്പൊ അസിസ്റ്റന്റ് ആയിരുന്നു ബാഴ്സലോണയിൽ ബോബി റോബ്സന്റെ. മൊറീനിയോ പറഞ്ഞു നെവർ ബീൻ എ പ്ലെയർ ലൈക്ക് ഹിം. ട്രെയിനിങ് ഒന്നുമില്ല, ആഴ്ച മുഴുവൻ അവിടെ തമാശയൊക്കെ പറഞ്ഞ് ട്രിക്സ് ഒക്കെ കളിച്ച് വീക്കെൻഡ് ആവുമ്പോ പിടിച്ചാ കിട്ടില്ല. അങ്ങനത്തെ സ്പീഡും പിന്നെ ബോക്സിലെത്തിയ ഗോളാന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ഫിനിഷിംഗ് ആയിരുന്നു.